പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ത്യാഗത്തിൻ്റെ സന്ദേശമാണ് ബലിപെരുന്നാൾ നമുക്ക് മുമ്പിൽ വെക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി തൻ്റെ പ്രിയ പുത്രനെ ബലിയർപ്പിക്കാൻ സന്നദ്ധനായ ചരിത്ര സംഭവം ഈ പെരുന്നാളിൽ നമ്മൾ ഓർക്കുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് വേളയാണല്ലോ ഇത്. ഹജ്ജ് പെരുന്നാൾ എന്നുകൂടി ഈ ബലിപെരുന്നാളിന് വിളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഹജ്ജിൻ്റെ വിവിധ ആരാധനാമുറകൾ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവയെല്ലാം തന്നെ നമ്മെ ചരിത്രത്തിലേക്കൊരു പുനർവായനയിലേക്കാണ് ഓരോ പെരുന്നാളും നമ്മെ കൊണ്ടുപോകുന്നത്. അതെല്ലാം തന്നെ നമ്മെ എത്തിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലുള്ള സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ്. ആ സമർപ്പണം അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവെപ്പിൻ്റെയും നല്ല സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. മനുഷ്യർക്കിടയിൽ അതെല്ലാം പാലിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ഹജ്ജ് വേളയിൽ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിദായിൻ്റെ ഹജ്ജ് എന്ന് പറയുന്ന വിടവാങ്ങൽ ഹജ്ജിലെ പ്രസംഗമുണ്ട്. വാസ്തവത്തിൽ അത് മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ആ പ്രസംഗത്തിൽ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ പരിശുദ്ധ ദേശം പോലെ, ഇവിടെ കൂടിയ ഈ പരിശുദ്ധമായിട്ടുള്ള സദസ്സ് പോലെ നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത് അതെല്ലാം പരിശുദ്ധമാണ്. നിങ്ങളുടെ അഭിമാനം ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പരിശുദ്ധമാണല്ലോ. എന്നതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരൻ്റെ രക്തം, നിങ്ങളുടെ സഹോദരൻ്റെ സമ്പത്ത്, നിങ്ങളുടെ സഹോദരൻ്റെ അഭിമാനം ഇതിനെ കവർന്നെടുക്കുവാനും നിങ്ങൾക്ക് അവകാശമില്ല എന്നുള്ള പ്രഖ്യാപനം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനമാണത്. ഇന്ന് ലോക സമൂഹം മനുഷ്യാവകാശത്തെക്കുറിച്ച് വളരെ വാചാലമാണല്ലോ. ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ആദ്യ വചനങ്ങൾ തന്നെയാണ് അന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. നിൻ്റെ രക്തം പോലെ നിൻ്റെ സഹോദരൻ്റെ രക്തം, നിൻ്റെ സമ്പത്ത് പോലെ നിൻ്റെ സഹോദരൻ്റെ സമ്പത്ത്, നിൻ്റെ അഭിമാനം പോലെ നിൻ്റെ സഹോദരൻ്റെ അഭിമാനം, ഇതൊക്കെ പവിത്രമാണ്. അതൊന്നും കവർന്നെടുക്കുവാൻ നിനക്ക് അവകാശമില്ല എന്നുള്ള പ്രഖ്യാപനം. ഇന്ന് ലോകത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല വെല്ലുവിളികൾ, പല തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ, ഇതെല്ലാം തന്നെ ഈ പ്രഖ്യാപനത്തിൻ്റെ ലംഘനമാണ്. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിൻ്റെ സമ്പത്ത് കവർന്നെടുക്കുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ സമ്പത്തും അഭിമാനവും, അവിടുത്തെ മനുഷ്യരുടെ അഭിമാനവും അവിടുത്തെ മനുഷ്യരുടെ സമ്പത്തും കവർന്നെടുക്കുന്നു. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ലോകം ഇന്ന് ഏറ്റുമുട്ടലിലേക്കും യുദ്ധങ്ങളിലേക്കും ഒക്കെ പ്രവേശിക്കുന്നത്. അപ്പോൾ സ്വന്തം സമ്പത്തിൻ്റെ പവിത്രത പോലെ അപരൻ്റെ സമ്പത്ത്, സ്വന്തം ശരീരത്തിൻ്റെ പവിത്രത പോലെ അപരൻ്റെ ശരീരത്തിൻ്റെ പവിത്രത, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുവാൻ, സ്വന്തം അഭിമാനം പോലെ അപരൻ്റെ അഭിമാനത്തിൻ്റെ പവിത്രത, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുവാൻ മനുഷ്യ സമൂഹം തയ്യാറാകുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള സമാധാനവും ലോക സമാധാനവും ശാന്തിയും എല്ലാം പുലരുക എന്നുള്ള സന്ദേശമാണ് ബലിപെരുന്നാൾ ലോകത്തിന് നൽകുന്നത്. ആ സന്ദേശമനുസരിച്ചുകൊണ്ട് എല്ലാവരോടും ചേർന്നിരുന്നുകൊണ്ട് ഈ ദിവസത്തെ ധന്യമാക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ബലിപെരുന്നാളിന് എന്നുള്ളത് ഒന്നാമത് പെരുന്നാളുകളൊക്കെ തന്നെ അവനവനെ സ്നേഹം പങ്കുവെക്കുക, സാഹോദര്യം പങ്കുവെക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നെട്ടോട്ടത്തിലാവുമല്ലോ എല്ലാവരും. എന്നാൽ പെരുന്നാൾ ദിവസമെങ്കിലും ഒന്ന് വീട്ടിലടങ്ങിയിരുന്ന് എല്ലാവരുമായും സഹവസിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സാഹോദര്യം പങ്കുവെച്ചുകൊണ്ട്, അതുപോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ സാഹോദര്യവും സ്നേഹവും അതെല്ലാം പെരുന്നാൾ സദ്യയിലൂടെ എന്നതുപോലെ തന്നെ പെരുന്നാൾ സംഗമങ്ങളിലൂടെ ഇതൊക്കെ ബഹുസ്വര സമൂഹത്തിലും നമ്മുടെ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഉള്ള അങ്ങനെയാണ് ഞങ്ങളുടെ പെരുന്നാളിനെ ധന്യമാക്കാറുള്ളത്. നമ്മളൊക്കെ സന്തോഷത്തിൻ്റെ ദിനത്തിലാണ്. അതേ അവസരത്തിൽ ഏറെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ലോകത്തുണ്ട്, നമുക്കറിയാമല്ലോ. ഇപ്പോൾ കുവൈത്തിൽ 2 ദിവസം മുമ്പ് ഉണ്ടായ തീപിടുത്തം, അത് നമ്മുടെ മലയാളികൾ തന്നെ 30ഓളം മലയാളികൾ തന്നെ അത് മൃത്യുവിനിരയായി. ഇന്ത്യക്കാരായ 40-40-ലേറെ പേര്
അപ്പോൾ ആ ഒരു ദുഃഖം കൂടി ഇവിടെ നമുക്കുണ്ട്. അവരുടെ ആ ദുഃഖത്തിൽ കൂടി പങ്കുചേരുവാൻ ഈ അവസരം നമ്മൾ ഉപയോഗിക്കുക.